വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും മൊഴിയെടുക്കും. പോലീസ് വിജിലൻസ് അന്വേഷണ സംഘങ്ങളാണ് മൊഴിയെടുക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തും. കോൺഗ്രസ് നേതാക്കൾ തട്ടിയ ലക്ഷങ്ങളുടെ ബാധ്യത കൊണ്ടാണ് മകനോടൊപ്പം ജീവനൊടുക്കിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഇന്നലെയൊക്കെ അത്രമേൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു. ആ കത്തിൽ ഈ NM വിജയൻ വ്യക്തമായി പറയുന്നുണ്ട്, പാർട്ടി തനിക്കുണ്ടാക്കിയ ബാധ്യത, IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ അടക്കമുള്ളവർ തനിക്കുണ്ടാക്കിയ ബാധ്യത, അതിൽ നിന്നും അവരുടെ കൈയൊഴിയുന്ന ഒരു സമീപനമൊക്കെ കത്തിൽ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? വിജിലൻസ് അന്വേഷണത്തിന്റെ മറ്റ് വിവരങ്ങൾ. NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ ഇപ്പോൾ പോലീസും വിജിലൻസും അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ വിശദമായ പരിശോധന വിജിലൻസ് നടത്തും. വിജിലൻസ് ഇന്നലെ ഈ പരാതിക്കാരുടെ പോലീസിൽ പരാതി നൽകിയവരുടെ മൊഴികൾ ശേഖരിച്ചിരുന്നു. അതോടൊപ്പം കൈരളി ന്യൂസിൽ ഉൾപ്പെടെ വന്ന താമരശ്ശേരി ഐസക് എന്നയാളുടെ മൊഴിയും എടുത്തിരുന്നു. അതോടൊപ്പം വിവിധ വെളിപ്പെടുത്തലുകളുടെ മൊഴി ശേഖരണം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും തുടരും. സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾ, അത് സംബന്ധിച്ചുള്ള ബാധ്യതകൾ, മറ്റൊരു ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ സംബന്ധിച്ച ബാധ്യത തുടങ്ങിയവയെല്ലാം NM വിജയന്റെ മരണത്തിൽ ഇടയാക്കി എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും വിജിലൻസും ഉള്ളത്. ഏതായാലും വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക. അതിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ വിജിലൻസ് തേടിയിട്ടുണ്ട്. എത്ര അക്കൗണ്ടുകൾ ബാധ്യതയുണ്ട്, ഈ പണം ഈ മൊഴികൾ നൽകിയ അല്ലെങ്കിൽ ഈ ജനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന് മൊഴി നൽകിയ ആളുകളിൽ നിന്ന് ലഭിച്ച പണം ഏതെങ്കിലും വിധത്തിൽ ട്രാൻസാക്ഷൻ ചെയ്യപ്പെട്ടു എന്നുള്ളത് ഉൾപ്പെടെ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഏതായാലും ഇന്നലെ കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ കത്തിൽ പരാമർശിക്കുന്ന ND അപ്പച്ചൻ, KL പൗലോസ്, അതോടൊപ്പം IC ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ മൊഴി വിജിലൻസിന് നിർബന്ധമായും ശേഖരിക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച IC ബാലകൃഷ്ണന്റെ മൊഴി വിജിലൻസ് ശേഖരിക്കും. ഇതേ നടപടിക്രമം പോലീസും തുടരും. ഏതായാലും പോലീസ് കഴിഞ്ഞ ദിവസം വിശദമായി ഈ കുടുംബാംഗങ്ങളുടെ മൊഴി എടുത്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷവും വീണ്ടും മൊഴി ശേഖരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂറോളം കുടുംബാംഗങ്ങൾ ഇന്ന് മൊഴിയെടുക്കുകയായിരുന്നു. ബത്തേരി DYSP ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. ഏതായാലും അത് ഇന്നും തുടരും. ബന്ധപ്പെട്ടുള്ള ആളുകളിൽ നിന്നും പരാതിക്കാരിൽ നിന്നും മാത്രമല്ല, സംഭവവുമായി സാഹചര്യവുമായി ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന ആ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നവരുടെ എല്ലാം മൊഴികൾ പോലീസ് ശേഖരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസും IC ബാലകൃഷ്ണന്റെയും കത്തിൽ പരാമർശിച്ച മറ്റു പേരുകാരുടെയും മൊഴി എടുക്കും. അതും ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ, അതായത് ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധന പോലീസ് നടത്തേണ്ടതുണ്ട്. കത്തിന്റെ ആധികാരികത സംബന്ധിച്ചും കത്ത് കൈപ്പട പരിശോധന, അത്തരത്തിലുള്ള സാങ്കേതിക നടപടികൾ അതിനുശേഷമായിരിക്കും IC ബാലകൃഷ്ണന്റെ മൊഴി പോലീസും രേഖപ്പെടുത്തുക. ഏതായാലും ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് കണ്ടെത്താൻ പോലീസിന് ആയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ അത് വിവിധ ആളുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയിട്ടുള്ളത്. വിവിധ ആളുകൾക്ക് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. ഏതായാലും അതിന്റെ പ്രാഥമികമായ വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾക്കായി ബാങ്കിലെ രേഖകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഈ അർബൻ ബാങ്കിലെല്ലാം 35 ലക്ഷം രൂപ ബാധ്യത തീർക്കാൻ വായ്പ എടുത്ത NM വിജയന് പിന്നീട് 65 ലക്ഷം രൂപയായി വർദ്ധിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഏതായാലും ഇതും പോലീസ് ശേഖരിക്കും, വിജിലൻസും ശേഖരിക്കും. 2.25 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ളതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും മറ്റും. ഏതായാലും അക്കാര്യങ്ങളെല്ലാം വിശദമായ പരിശോധന ഇതും അന്വേഷണ സംഘം നടത്തുകയാണ്. അതേസമയം വലിയ പ്രതിഷേധങ്ങൾ വയനാട്ടിൽ നടക്കുകയാണ്. IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ കത്തിൽ പേരുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം IC ബാലകൃഷ്ണനെ പൊതുപരിപാടികളിൽ തടയുമെന്ന് DYSP പ്രഖ്യാപിച്ചിട്ടുള്ള CPMന്റെ നൈറ്റ് മാർച്ച് ഇതേ ആവശ്യം ഉന്നയിച്ച് നാളെ ബത്തേരിയിൽ നടക്കുകയാണ്. ഈ വിധത്തിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു. KPCC അവസാനം ഇതിനൊരു അന്വേഷണ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റ് CN പ്രതാപൻ തുടങ്ങി, അതോടൊപ്പം K ജയന്ത്, സണ്ണി ജോസഫ് തുടങ്ങിയ ഉൾപ്പെടെ 4 സമിതിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് KPCC നിയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിനു മുൻപേ ഈ അന്വേഷണത്തിനെല്ലാം മുൻപ് IC ബാലകൃഷ്ണന് പിന്തുണ നൽകുന്ന ഒരു സമീപനമായിരുന്നു KPCCയുടേത്. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഈ കത്ത് താൻ വായിച്ചിട്ടില്ല എന്നതെല്ലാം പറഞ്ഞു. ഏതായാലും കുടുംബം അത് തള്ളി. കത്ത് അദ്ദേഹം വായിച്ചു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഏതായാലും അന്വേഷണ സമിതിയുടെ യോഗം ഞായറാഴ്ച, KPCC അന്വേഷണ സമിതിയുടെ യോഗം ഞായറാഴ്ച ചേരാനിരിക്കുകയാണ്. അവർ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നാം നോക്കിക്കാണേണ്ടതാണ്. അല്ലെങ്കിൽ ആ വിധത്തിൽ ഏത് നടപടിയാണ് KPCC എടുത്തതെന്നും ഏതാണ്ട് ഒരു കാര്യം അറിയാം.
ഏതായാലും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസിനെ എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വന്ന കുറിപ്പുകൾ. കത്തിൽ പ്രത്യക്ഷ പേരുകാരെല്ലാം കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളാണ്. ഈ വിവരങ്ങൾ KPCCക്ക് അറിയാം എന്നുള്ളതെല്ലാം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുമ്പോൾ ഈ വിധത്തിൽ ഏതെല്ലാം നടപടികളാണ് കോൺഗ്രസ് സ്വീകരിക്കുക എന്നതെല്ലാം ആ വിധത്തിൽ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാം കോൺഗ്രസ്. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാകുമ്പോൾ അത് ഏത് വിധത്തിൽ പ്രതിരോധിക്കണം എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടിയാലോചന. ഏതായാലും സംഭവങ്ങളെല്ലാം പ്രത്യക്ഷത്തിൽ വെളിച്ചത്ത് വന്ന സ്ഥിതിക്ക് ആ വിധത്തിൽ നടപടികൾ ഉണ്ടാകും എന്ന് ചില സൂചനകളും നമുക്ക് ലഭിക്കുന്ന. ഏതായാലും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. വിജിലൻസ് ഇന്ന് മൊഴിയെടുത്തു. അനൂപ് നേരത്തെ പറഞ്ഞല്ലോ, ഈ മണി ട്രാൻസാക്ഷൻ നടന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു അന്വേഷണം, അതിന്റെ പ്രാഥമിക വിവരങ്ങളൊക്കെ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് ആ വിവരങ്ങൾ? NMBന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഡയറി നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമാണ് ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം അക്കൗണ്ടുകളിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ബാങ്കുകളിൽ ബാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. 13 അക്കൗണ്ടുകൾ അദ്ദേഹത്തിനുണ്ട്. 3 അക്കൗണ്ടുകളിൽ മാത്രമായി 1.5 കോടിയോളം രൂപയുടെ ബാധ്യത പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ എടുത്ത പണം NM വിജയൻ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും പോലീസിന്റെ പരിശോധന. അതോടൊപ്പം വിജിലൻസിന്റെയും പരിശോധന. ആ വിധത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നത് കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ഈ പണം മറ്റുള്ളവർക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിതരണം വീതിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കത്തിൽ പറയുന്ന പ്രകാരം തന്നെ അതിന് സാധൂകരണമാണ്. ഏതായാലും അതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ പക്കൽ ഇപ്പോഴുള്ള രേഖകളെല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടതാണ്. പ്രാഥമികമായി സാമ്പത്തിക ഇടപാടുകൾ, അതുമൂലം വന്ന ബാധ്യത എന്നിവ തെളിയിക്കുന്ന വിധത്തിലാണ് ആ രേഖകളുള്ളത്. ഏതായാലും കുടുംബത്തിന്റെയും മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു. കുടുംബത്തിന്റെ മൊഴിയിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി നമ്പറിട്ട് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ഏത് വിധത്തിൽ തനിക്ക് ബാധ്യതകളുണ്ട്, അതെല്ലാം ഏത് വിധത്തിലാണ് സംഭവിച്ചത് എന്നെല്ലാം വിശദീകരിക്കുന്ന വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമായി തന്നെ സമഗ്രമായി എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് അക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് എളുപ്പമുള്ള ഒരു നടപടിയാകും. പ്രത്യേകിച്ച് നൂൽപ്പുഴ സഹകരണ ബാങ്കിൽ നിയമനത്തിനായി പണം നൽകിയത്, മറ്റൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്ന അഴിമതി, അർബൻ ബാങ്കിൽ നടന്ന അഴിമതി എല്ലാം അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭരണക്കുറിപ്പായി എഴുതിയ കത്തിലും ആത്മഹത്യാക്കുറിപ്പിലുമല്ല. ഏതായാലും ആ വിധത്തിൽ ആ രേഖകളോടുകൂടി പശ്ചാത്തലത്തിൽ അതൊരു തെളിവായി സ്വീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ കത്തിൽ പരാമർശിക്കുന്ന ആ വിധത്തിൽ ഉള്ളടക്കത്തിൽ ആ വിധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ മൊഴികൾ പോലീസ് ശേഖരിക്കുന്നത്. ഏതായാലും നടപടിക്രമങ്ങൾ പൂർത്തിയായ ഉടൻ തന്നെ ഇവരുടെ മൊഴി പോലീസ് ശേഖരിക്കും. അത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് പോലീസ് കടക്കും. അനൂപ്, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെയൊക്കെ ഈ NM വിജയന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. അതായത് ഈ ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണം, കാരണം തങ്ങൾക്ക് ഈ ബാധ്യത തീർക്കാനുള്ള ഒരു സാമ്പത്തിക നിലവാരമില്ല, അത് പാർട്ടി ഏറ്റെടുക്കണമെന്ന ഒരു പ്രതികരണത്തിലേക്കൊക്കെ കുടുംബം എത്തിയിരുന്നു. അവിടെ ഈ കോൺഗ്രസ് നേതൃത്വം എന്താണ് പറയുന്നത്? അവർ ഈ സാമ്പത്തിക ബാധ്യത അതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? ഇന്നലെ K സുധാകരന്റെ പ്രതികരണമൊക്കെ വന്നിരുന്നു. ഏതായാലും കോൺഗ്രസിൽ നിന്ന് ആ വിധത്തിലൊരു നടപടി ഏതായാലും ആരും പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് ഇന്നലെ തന്നെ അത് നിഷേധിച്ചിരുന്നു. ഇതെല്ലാം ചില വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതിന്റെ ആധികാരികതയെല്ലാം പരിശോധിക്കണമെന്നെല്ലാമാണ് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ നടന്ന അല്ലെങ്കിൽ വയനാട്ടിൽ ബത്തേരിയിൽ നടന്ന ഒരു സാമ്പത്തിക ഇടപാടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. അതിൽ തലവെച്ച് കൊടുക്കേണ്ട എന്നൊരു നിലപാട് KPCCക്ക് പൊതുവിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അന്വേഷണ സമിതിയും എല്ലാം KPCC പ്രഖ്യാപിച്ചത്. കുടുംബം കത്ത് VD സതീശന്റെ പറവൂർ ഓഫീസിലും KPCC പ്രസിഡന്റ് കണ്ണൂരിലും എത്തിച്ചു നൽകി അവർ വായിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാലും 10 ദിവസം അവർ അവധി നൽകി, അല്ലെങ്കിൽ 10 ദിവസം കാത്തിരിക്കാമെന്ന് അറിയിച്ചു. എന്നിട്ടും KPCC ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അതേ തുടർന്നാണ് ഈ കത്ത് പുറത്തു വരുന്നത്. ഏതായാലും കുടുംബത്തിന് ആവശ്യത്തിലുള്ള പ്രതീക്ഷകളില്ല എങ്കിലും ഇത് കുടുംബത്തിന് വേണ്ടി എടുത്ത ബാധ്യതകളല്ല, നേതാക്കൾക്ക് വേണ്ടി പണം തിരിച്ചു നൽകി ബാധ്യതയായതാണ്. KPCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ അത് പരിഹരിക്കട്ടെ, തങ്ങൾക്കിതിൽ മറ്റു ഉത്തരവാദിത്തങ്ങളില്ല എന്നതാണ് കുടുംബത്തിന്റെ നിലപാട്. അതുതന്നെയാണ് വസ്തുതയും. കുടുംബത്തിന് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അറിവും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഈ സാമ്പത്തിക ബാധ്യതകളൊന്നും മക്കൾക്ക് അറിയില്ലെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലും ഈ കത്തുകളിലെല്ലാം വിശദീകരിച്ചിട്ടുമുണ്ട്. ഈ വലിയ ബാധ്യത കുടുംബം അറിഞ്ഞാലുള്ള പ്രശ്നം കൂടി അദ്ദേഹം കണക്കാക്കിയിരുന്നു. അല്ലെങ്കിൽ ആ ബാധ്യത അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം നിരന്തരം കത്തുകൾ നേതൃത്വത്തിന് നൽകിയത്. ഏതായാലും കുടുംബം പറയുന്നത് ഈ ബാധ്യതയെല്ലാം നേതാക്കൾക്ക് പണം വാങ്ങി നൽകിയതിന്റെ ബാധ്യതയാണ്, അത് നേതാക്കളാണ് പരിഹരിക്കേണ്ടത്. അത് സംബന്ധിച്ചുള്ള തെളിവാണ് ഈ കത്ത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകൾ ഏതായാലും കോൺഗ്രസ് പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അത് സംബന്ധിച്ച് ഉള്ള ചില നീക്കങ്ങളും അവർ നടത്തുന്നുണ്ടെന്നാണ്
എന്നാണ് അറിവ്. ഏതായാലും വലിയ ബാധ്യതയാണുള്ളത്. അത് പല ആളുകൾക്കായി വിധിച്ചു നൽകിയ പണത്തിന്റെ മറ്റു കണക്കുകളാണ്. അതാണ് ഇതിന് വലിയ ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ IC ബാലകൃഷ്ണന്റെയും മേരിയപ്പച്ചന്റെയും മൊഴി ഇന്ന് വിജിലൻസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങളാണ് അനൂപ് നൽകുന്നത്. കള്ളക്കഥകൾ പൊളിച്ച ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ. എല്ലാ വിവരങ്ങളും KPCCക്ക് അറിയാമായിരുന്നു എന്നും വ്യക്തമായി. ജനുവരി 1-ന് NM വിജയൻ എഴുതിയ കത്തുകൾ മകൻ നേതൃത്വത്തിന് നൽകിയിരുന്നു. ഇതുവരെ നേതൃത്വം നിഷേധിച്ചതെല്ലാം തെളിവുകളോടെ പുറത്തു വന്നതും നിയമക്കുരുക്കിലേക്ക് നേതാക്കൾ നീങ്ങുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ബത്തേരി അർബൻ ബാങ്കിലെ ഉൾപ്പെടെ വൻ നിയമന കുഴ സ്ഥിരീകരിച്ചാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് എന്നിവരുടെ സാമ്പത്തിക തിരിമറി തനിക്കുമേൽ ബാധ്യതയായെന്നാണ് കുറിപ്പിലെ ഗുരുതര വെളിപ്പെടുത്തൽ. മരണത്തിന് ഉത്തരവാദികളായവർ എന്ന് പേര് പരാമർശിച്ചാണ് കത്തിൽ ഇവരെക്കുറിച്ചുള്ള ഉള്ളടക്കം. ഇതോടെ കോൺഗ്രസിലെ നേതൃനിര തന്നെ പ്രതിരോധത്തിലായി. IC ബാലകൃഷ്ണന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രത്യക്ഷ പിന്തുണ നൽകിയ നേതൃത്വവും കുരുക്കിലായി. KPCCക്കൊടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. അന്വേഷണത്തിനു മുൻപേ പിന്തുണ നൽകിയതിൽ കോൺഗ്രസിൽ തന്നെ കടുത്ത ഭിന്നതയുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട ND അപ്പച്ചൻ തന്നെ കുറ്റാരോപിതനായി നിൽക്കുകയാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് IC ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും മുൻപാകെ ആത്മഹത്യാക്കുറിപ്പുള്ളപ്പോഴാണ് പരസ്യ പിന്തുണ കോൺഗ്രസ് നൽകിയത് എന്നതും ശ്രദ്ധേയം. വൻ സാമ്പത്തിക ഇടപാടിൽ ആരോപണമുന ചെന്നെത്തുന്നതും ഇക്കാരണങ്ങളാൽ നേതൃത്വത്തിനെതിരെയാണ്. 2021-ൽ നിയമന അഴിമതിയുയർന്നപ്പോൾ KPCC പ്രഖ്യാപിച്ച അന്വേഷണം ആരോപണ വിധേയരെ സംരക്ഷിച്ചാണ് റിപ്പോർട്ടുണ്ടാക്കിയത്. അതിന്റെ ഇര കൂടിയായിരുന്നു NM വിജയൻ. 50 വർഷം കോൺഗ്രസിനൊപ്പം നടന്ന് ജീവിതം നശിപ്പിച്ചെന്ന മരണക്കുറിപ്പിലെ അവസാന വാക്കുകൾ തന്നെയായിരിക്കും കോൺഗ്രസിനെ ഇനി വേട്ടയാടുക.